ഭൂമിയിൽ ഒരു ചൊവ്വ നിർമ്മിക്കുക, അവിടേക്ക് മനുഷ്യരെ കയറ്റുക. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നില്ലേ? പക്ഷേ സംഗതി ഉള്ളതാണ്. ചൊവ്വയിലേക്ക് പുറപ്പെടാനൊരുങ്ങുന്ന മനുഷ്യരെ ഈ കൃത്രിമ ചൊവ്വയിലിട്ട് ചട്ടം പഠിപ്പിച്ചാണ് യഥാർത്ഥ ചൊവ്വയിലേക്ക് പറഞ്ഞയക്കുക. ചാന്ദ്ര ദൗത്യ വിജയങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ചൊവ്വയിലെ ജീവന്റെ സാധ്യതകൾ തേടി ശാസ്ത്രം ചൊവ്വാഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതിനായി 4 പേരെയാണ് നാസ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഭൂമിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ചൊവ്വാഗ്രഹത്തിന്റെ അവസ്ഥയിലേക്ക് അവരുടെ ശരീരവും മനസ്സും പാകപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ആ വിശേഷങ്ങളാണ് ഇന്ന് പറയുന്നത്. ചുവന്ന ഗ്രഹം എന്ന വിളിപ്പേരുള്ള സൂര്യനിൽ നിന്ന് നോക്കുമ്പോൾ സൗരയൂഥത്തിലെ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭൂമിയുടെ അയൽക്കാരനാണ് ചൊവ്വ. സൗരയൂഥത്തിന്റെ രൂപീകരണ വേളയിൽ സൂര്യനെ ചുറ്റുന്ന പ്ലോട്ടോ പ്ലാനറ്ററി ഡിസ്കിൽ നിന്നുള്ള പദാർത്ഥങ്ങളുടെ റൺവേ അക്രിഷൻ എന്ന ക്രമരഹിതമായ പ്രക്രിയയുടെ ഫലമായാണ് ചൊവ്വ സൃഷ്ടിക്കപ്പെട്ടതെന്നാണ് ശാസ്ത്രത്തിന്റെ സിദ്ധാന്തം. ഇരുമ്പ് ഓക്സൈഡ് പൊടിയിൽ പൊതിഞ്ഞതിനാൽ തന്നെ ചൊവ്വയുടെ ഉപരിതലം ചുവപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇതുകൊണ്ടാണ് ചൊവ്വയെ ചുവന്ന ഗ്രഹം എന്ന് വിളിക്കാനുള്ള കാരണവും. ഭൂമിയിൽ നിന്നും നോക്കിയാൽ ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ള വസ്തുക്കളിൽ ഒന്നുകൂടിയാണ് ചൊവ്വ. ചൊവ്വയിൽ ജീവനുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം തിരയുകയാണ് ഇപ്പോൾ ശാസ്ത്രലോകം. ഭൂമിയെപ്പോലെ സുന്ദരമായ ഒരു ഗ്രഹമല്ല ചൊവ്വ. പരുക്കൻ പാറകളാലും ചുവന്ന മണ്ണിലാലും നിർമ്മിക്കപ്പെട്ട ഒരു ഗ്രഹം. ശതകോടി വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയിൽ ഈർപ്പമുണ്ടായിരുന്നതിന്റെ തെളിവുകൾ നാസ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ചിത്രങ്ങളിലൂടെ മാത്രം സഞ്ചരിച്ച ആ ഗ്രഹത്തിൽ കാലുകുത്താനുള്ള ശ്രമത്തിലാണ് മനുഷ്യരാശി. ദുരൂഹമായി തുടരുന്ന ചൊവ്വയുടെ കാണാപ്പുറങ്ങൾ തേടി യാത്രയാകാൻ ഒരുങ്ങുകയാണ് നാസ. അതിനായി അവർ പരിശീലനവും ആരംഭിച്ചിരിക്കുന്നു. ചന്ദ്രനിൽ കാലുകുത്തി വർഷങ്ങൾ പിന്നിട്ടിട്ടും മറ്റ് ഗ്രഹങ്ങളിലോ ഉപഗ്രഹങ്ങളിലോ ഒന്നും തന്നെ മനുഷ്യൻ കാലുകുത്തിയിട്ടില്ല. ചന്ദ്രനെ പോലെ തന്നെ മനുഷ്യരുടെ ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾ ചൊവ്വയെയും ലക്ഷ്യമിടുന്നുണ്ട്. ചാന്ദ്ര ദൗത്യങ്ങളുടെ വിജയത്തിൽ ചവിട്ടിയായിരിക്കും ചൊവ്വാ ദൗത്യത്തിലുള്ള ശാസ്ത്രലോകത്തിന്റെ മുന്നേറ്റം. എന്തായാലും ചൊവ്വാ ദൗത്യങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ള ഒട്ടേറെ പരീക്ഷണ ദൗത്യങ്ങൾ ഭൂമിയിൽ നടക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ. അത്തരത്തിൽ ഒരു പരീക്ഷണ ദൗത്യത്തിനാണ് നാസ ഒരുങ്ങുന്നത്. ഹ്യൂമൻ എക്സ്പ്ലോറേഷൻ റിസർച്ച് അനലോഗ് എന്ന ഈ പരീക്ഷണ ദൗത്യത്തിൽ ചൊവ്വയുടെ ഉപരിതലത്തിന് സമാനമായ സാഹചര്യങ്ങൾ ഭൂമിയിൽ കൃത്രിമമായി ഒരുക്കുകയും അവിടെ 4 വോളണ്ടിയർമാരെ 45 ദിവസം താമസിപ്പിക്കുകയും ചെയ്യും. നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിലാണ് ഈ സംവിധാനം ഒരുക്കുന്നത്. ജേസൺ ലീ, സ്റ്റെഫനി നവാരോ, ഷെരീഫ് അൽ റോമേദി, പിയുമി വിജയസേഖര എന്നിവരാണ് 45 ദിവസം നീളുന്ന ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്നത്. മെയ് 10 ആരംഭിക്കുന്ന നാസയുടെ പുതിയ ദൗത്യം ജൂൺ 24 വരെ നീളും. ഇവർ ആരൊക്കെയാണെന്ന് നോക്കിയാലോ. ജേസൺ ലീ കണക്റ്റിക്കട്ട് സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറാണ് നിലവിൽ ജേസൺ ലീ. ഇദ്ദേഹം ഒരു തെർമൽ ഫ്ലൂയിഡ് വിദഗ്ധൻ കൂടിയാണ്. കാലിഫോർണിയ സർവകലാശാല, MIT എന്നിവിടങ്ങളിൽ നിന്നാണ് ബിരുദങ്ങൾ നേടിയ ഇദ്ദേഹമാണ് ദൗത്യത്തിലെ ഒരാൾ. രണ്ടാമത്തെയാൾ സ്റ്റെഫനി നവാരോയാണ്. ഒരു സ്പേസ് ഓപ്പറേഷൻസ് ഓഫീസറാണ് സ്റ്റെഫനി നവാരോ. എഞ്ചിനീയറായ സ്റ്റെഫനി ഉപഗ്രഹ വിനിമയ പ്രോഗ്രാമുകളിൽ വിദഗ്ധ കൂടിയാണ്. അടുത്തത് ഷെരീഫ് അൽ റൊമൈദിയാണ്. അബുദാബിയിലെ മുൻനിര പൈലറ്റുമാരിൽ ഒരാൾ. വ്യോമയാന രംഗത്ത് 16 വർഷത്തെ അനുഭവ പരിചയവും വൈദഗ്ധ്യവുമുള്ള റൊമൈദി എയ്റോസ്പേസ് എഞ്ചിനീയർ കൂടിയാണ്. എംബ്രി റീഡിൽ എയ്റോസ്പേസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് റൊമൈദി ബിരുദം നേടിയത്. അവസാനത്തേത് വിജയസേഖരയാണ്. നാസയിലെ പ്രോഡോക്ടറൽ സയന്റിസ്റ്റ്. മനുഷ്യന്റെ ആരോഗ്യത്തിൽ ബഹിരാകാശ സ്വാധീനമുണ്ടാക്കുന്ന സങ്കീർണതകളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഇവർ എഞ്ചിനീയറിംഗ് റെസിപ്പിറേറ്ററി ഫിസിയോളജിസ്റ്റിലെ വിദഗ്ധ കൂടിയാണ്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും മറ്റ് ഗ്രഹങ്ങളിലേക്കുമൊക്കെയുള്ള ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ബഹിരാകാശ യാത്രികരെ സജ്ജമാക്കേണ്ടതുണ്ട്. യാത്രയ്ക്ക് സജ്ജമാകുന്നവരെ മാനസികമായും ശാരീരികമായും തയ്യാറാക്കണം. അതിനായി അവരെ ഒറ്റപ്പെടൽ, ഏകാന്തവാസം എന്നിവയിലൂടെ കടത്തിവിട്ട് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടാൻ പ്രാപ്തരാക്കുകയും വേണം. ഇതിനുവേണ്ടിയാണ് ഭൂമിയിലെ ഒരു ചൊവ്വയുടെ നിർമ്മാണം നടന്നത്. ഈ സാഹചര്യങ്ങളുമായി ഇവർ എങ്ങനെ പൊരുത്തപ്പെടുമെന്ന് കണ്ടെത്തണം. ഇത് മനസ്സിലാക്കാൻ ഹീര പരീക്ഷണത്തിലൂടെ ശാസ്ത്രജ്ഞർക്ക് സാധിക്കുമെന്നാണ് നാസ പറയുന്നത്. ചൊവ്വയ്ക്ക് സമാനമായ സാഹചര്യങ്ങൾ കൃത്രിമമായി ഒരുക്കുകയും അവിടെ ഈ 4 സംഘം 45 ദിവസം താമസിക്കുകയും ചെയ്യും. ചൊവ്വാ ദൗത്യത്തിൽ പങ്കെടുക്കുന്നതിന് സമാനമായി ഇവർ ശാസ്ത്ര പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും. വിർച്വൽ റിയാലിറ്റിയുടെ സഹായത്തോടെ ഇവർ ചൊവ്വയുടെ ഉപരിതലത്തിൽ നടക്കുകയും ചെയ്യും. ഭൂമിയുമായുള്ള ആശയവിനിമയത്തിനുള്ള കാലതാമസവും ഇവിടെ കൃത്രിമമായി ഒരുക്കിയിട്ടുണ്ട്. ഇത് 2ാം തവണയാണ് ഭൂമിയിലെ ചൊവ്വയിലേക്ക് ഒരു സംഘം എത്തുന്നത്. ഈ വർഷം മാർച്ച് 18 ആദ്യ സംഘം ദൗത്യം പൂർത്തിയാക്കിയത്. ഈ വർഷം 2 ഹീര പരീക്ഷണങ്ങൾ കൂടി നടത്തണമെന്നാണ് നാസയുടെ പദ്ധതി. ഈ പദ്ധതിയുടെ വിജയത്തോടെ ഉടനെ തന്നെ ഒരു ചൊവ്വാ ദൗത്യം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.